നമസ്കാരം. ഞാൻ വീണ്ടും ഒരു റെസിപ്പി ആയിട്ട് വന്നു. ചെറിയൊരു കുഞ്ഞു റെസിപ്പി ആട്ടോ, പക്ഷേ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇത് അത്തിപ്പഴമാണ്. അത്തിപ്പഴം ഉണങ്ങിയത്. നമ്മളെ വീട്ടിൽ ചില വീടുകളിൽ അത്തിയുണ്ട്, പക്ഷേ അത് ഉണങ്ങിയിട്ടാണ്. ഇങ്ങനെ ഈ രീതിയിലാണ് ഇത് അധികം കഴിച്ച് കാണുന്നത് കേട്ടോ. ഇത് നമ്മളുടെ വയറിനും കുടലിനും ഏറ്റവും കൂടുതൽ ആരോഗ്യപ്രദമായ സൗഖ്യം തരുന്ന ഒരു പഴമാണ്. പിന്നെ അൾസർ, പുണ്ണ്, അല്ലെങ്കിൽ നമ്മൾക്ക് മലബന്ധം ഉണ്ടാക്കുന്ന ഒരവസ്ഥകൾ, ഇതെല്ലാം മാറ്റി നമ്മുടെ കുടലും വയറും ശുദ്ധീകരിക്കുന്ന ഒരു പഴമാണ് അത്തിപ്പഴം. ഇത് നമുക്ക് നല്ല പ്രതിരോധ ശക്തി ഉണ്ടാക്കാനും സാധിക്കും കേട്ടോ. ഈ സിമ്പിളാണ്. ഇതിൽ 2 എടുത്ത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ രാത്രി ഇട്ട് വെച്ചതിൻ്റെ ശേഷം രാവിലെ പിന്നെ 2 അത്തിപ്പഴവും ഒരു ഗ്ലാസ് വെള്ളവും കൂടെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് 3 മാസം കൊണ്ട് നമ്മളുടെ മലബന്ധം, അതേപോലെ വയറ് സംബന്ധമായ പുളിച്ചത് കിട്ടൽ, അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും മാറി ക്ലീനാക്കും. ഇത് അനുഭവത്തിൽ നിന്ന് ഞാൻ പറയണത്. എൻ്റെ മോന് ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇപ്പോൾ അവൻ സ്ഥിരം കഴിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടിത് പറയുന്നത് കേട്ടോ. നിങ്ങളൊക്കെ ഇതൊന്ന് വാങ്ങി ചെയ്ത് നോക്കണേ. ഒരു 10 അധികം വിലയൊന്നുമില്ല, 500 രൂപേൻ്റെ താഴെയുള്ളൂ. ഒരു മാസത്തേക്ക് കഴിക്കാമായിരിക്കും. അത്ര പീസുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം നിങ്ങളൊക്കെ ഒന്ന് വാങ്ങി കഴിക്കണം. ഒത്തിരി ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ നല്ലതാണെന്ന് പഴയ കാലം തൊട്ട് അത്തിപ്പഴത്തിൻ്റെ ഗുണങ്ങളും ഇത് നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ നമ്മൾ ഇത് ഉണക്ക വാങ്ങി കഴിക്കാറില്ല. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.